ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മമ്മി ആൻഡ് മീയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഡ്രീം കേക്ക് ആക്കാം. നമുക്ക് എല്ലാവരുടെയും ഒരു ധാരണ എന്താ പറയുക, ഡ്രീം കേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണെന്നാണ്. പക്ഷേ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ഡ്രീം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് മൈദ, ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളു ഉപ്പുമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു അരിപ്പയിലിട്ടൊന്ന് സേവ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണേ. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ബൗളിലേക്ക്. പിന്നെ നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഏതായാലും ഞാൻ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഹാർഡായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് സാവധാനം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട്. പിന്നെ അതിലേക്ക് നമ്മളിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അരിച്ചൊക്കെ വെച്ചിട്ടുള്ള, അത് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബാറ്റർ ഒരുപാട് ലൂസായി പോകരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് ബാറ്റർ ഉണ്ടായിരിക്കുക. അങ്ങനെ അതും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്തിന് മുമ്പായിട്ട് തന്നെ നമ്മളിവിടെ പാത്രം, അതായത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിൽ ഞാൻ കേക്ക് ടിന്നൊക്കെ റെഡിയാക്കി മുമ്പേ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മൈദയും കൂടെ തൂവിയിട്ട് നമ്മളൊന്ന് എന്താ പറയുക, എല്ലായിടത്തും തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോൾ എനിക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ തീൻ്റെ ആ ഒരു ചൂടിനനുസരിച്ചായിരിക്കും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 25 മിനിറ്റ് ആയപ്പോൾ എനിക്ക് റെഡിയായി. അപ്പോൾ ചിലപ്പോൾ തീ അങ്ങനെ ചൂട് കുറവൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 30 മിനിറ്റൊക്കെ ആവാനും മതി. എന്തായാലും കേക്ക് നന്നായിട്ട് റെഡിയായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാവും കേക്കിൻ്റെ ആ ഒരു ബേക്കായി വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കേക്കിലേക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷൊക്കെ തയ്യാറാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചോക്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുക. അതായത് കുറച്ച് ചൂടുള്ള വെള്ളം വെച്ചിട്ട് അതിൻ്റേക്ക് നമ്മൾ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ അതിങ്ങനെ മെൽട്ടായിട്ട് വരും. അങ്ങനെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചോക്ലേറ്റ് ഗനാഷ് എന്നാണ് ഇതിന് പറയുക, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഡ്രീം കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഡ്രീം കേക്കിൻ്റെ ഒരു ടിൻ തന്നെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കില്ലേ, അത് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചെടുക്കുന്നത്. ഇത്രയും വലിപ്പമുള്ള കേക്ക് നമുക്ക് ആവശ്യമില്ല, ചെറുത് മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് മുഴുവനായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രമേ നമ്മളിതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് വലുപ്പമാക്കിയതിന് ശേഷം ഇതിലേക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. പിന്നെ അതിലേക്ക് നമ്മളതൊന്ന് വെറ്റ് ചെയ്യാനായിട്ട് എന്താ ചേർക്കണം വെച്ചാൽ കുറച്ച് ഇളം ചൂടുള്ള പാലും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആ ഒരു ലൈൻ വെച്ചിട്ട് നമ്മൾ ആ കേക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാലേ കേക്ക് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന സമയത്ത്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മളൊന്ന് വെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിലായാലും മതി, ഇല്ലെങ്കിൽ വിസ്കോ അല്ലെങ്കിൽ ബീറ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാൻ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മിക്സിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് വെച്ചു, സെക്കൻഡ് ലെയർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ക്രീം നന്നായിട്ട് തന്നെ അതിലേക്ക് നമുക്കൊന്ന് റെഡിയാക്കി കൊടുക്കുക. മൂന്നാമത്തെ ലെയർ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം നമ്മളിങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് മുകളിലായിട്ട് വീണ്ടും ചോക്ലേറ്റും അതേപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടെ ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടില്ലേ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഗനാഷ് ഇല്ലേ അത് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ ഒന്ന് റെഡി ആയി വന്നിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം നല്ല കറക്റ്റ് ലെവലിലായിട്ട് വരും. അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം വീണ്ടും നമ്മൾ അതിന് മുകളിലായിട്ട് ഒരു ലെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചോക്ലേറ്റിൽ കുറച്ചധികം വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ഒന്ന് ഗനാഷ് തയ്യാറാക്കിയത്. ഇനി നമ്മൾ വളരെ കുറച്ച് മാത്രം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുകയാണ്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് എങ്ങനെ തയ്യാറാക്കുക ഞാൻ പറഞ്ഞില്ലേ. അതായത് ചോക്ലേറ്റ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചൂടുള്ള വെള്ളത്തിന് മുകളിൽ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ബോയിൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മെൽട്ടായിട്ട് വരും. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള ലെയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് മാത്രം വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് കുറച്ചൊരു കട്ടിയിലുള്ള ലെയർ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അവസാനമായിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് കൊക്കോ പൗഡറും കൂടി തൂവി കൊടുത്താൽ നമ്മുടെ ഡ്രീം കേക്കിൻ്റെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ല ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഇഷ്ടമായുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ.